പിഴവുകളൊക്കെ മുതലും പലിശയും തീർത്തേ മടങ്ങൂ എന്ന വാശിയിലായിരുന്നു അയാൾ. ജോഫ്ര ആർച്ചറിനെ വാങ്കഡയുടെ ആകാശത്തേക്ക് തുടരെ പായിക്കുമ്പോൾ മാറ്റ് ഹെൻറിക്കും ലോക്കി ഫെർഗൂസണും സാന്നർക്കുമൊക്കെ കരുതി വച്ചതാണ് അതുപോലെന്ന്. നിരന്തരം തന്നെ വീഴ്ത്തിയവരോടൊക്കെ കണക്ക് തീർത്ത് അയാളിതാ ലോകത്തിൻ്റെ നെറുകയിൽ കയറി നിൽക്കുന്നു. ലോകമേ കൺതുറന്നു കാണൂ, വിശ്വത്തിൻ്റെ നെറുകയിൽ ഇതാ ഒരു മലയാളി. പിഴവുകൾ പലതും ആവർത്തിച്ചുകൊണ്ടേയിരുന്നപ്പോൾ ആശങ്കയുടെ കാർമേഘങ്ങൾ മൂടിക്കെട്ടിയ ആകാശം സഞ്ജുവിന് മുന്നിൽ വാതിലുകളൊക്കെ കൊട്ടിയടച്ചതാണ്. എന്നാൽ അതയാൾ ചവിട്ടി തുറന്നു. ലോകകപ്പ് 11-ൽ ഇടമുറപ്പിച്ചു നിൽക്കെ മാറ്റ് ഹെൻറിയും ലോക്കി ഫെർഗൂസണും മിച്ചൽ സാൻഡറും ഒക്കെ ചേർന്നാണ് അയാളുടെ പ്രതീക്ഷകളിൽ തീകോരിയിട്ടത്. ഒരിക്കൽ സഞ്ജുവിൻ്റെ കുട്ടി തെറിപ്പിച്ച ശേഷം മിച്ചൽ സാൻഡറുടെ മുഖത്ത് വിടർന്ന നിഗൂഢമായ പുഞ്ചിരി ഓർക്കുന്നില്ലേ? ഇരയെ താൻ കുഴിച്ചിട്ട കുടിയിലേക്ക് വലിച്ചിട്ട വേട്ടക്കാരൻ്റെ ഭാവമായിരുന്നു അയാൾക്കപ്പോൾ. ഇന്ന് അഹമ്മദാബാദിൽ മാറ്റ് ഹെൻറിയുടെ ആദ്യ ഓവറിലെ 5-ാം പന്ത് ലോങ് ഓണിന് മുകളിലൂടെ ഗാലറിയിലേക്ക് പായുമ്പോൾ സഞ്ജുവിൻ്റെ മുഖത്തേക്ക് ക്യാമറകൾ തിരിഞ്ഞു. പ്യുവർ കോൺഫിഡൻസ്. ഇക്കുറി ഹെൻറിയുടെ കെണിക്ക് തലവെച്ച് കൊടുക്കാൻ ഒരുക്കമല്ലെന്ന അയാളുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത്. ലെഫ്റ്റ് ഹാൻഡർമാരെ വീഴ്ത്താൻ ഇക്കുറി കോൾ മെക്കൻകി എന്ന ആയുധത്തെ സാന്നർ കരുതിയിരുന്നില്ല. ആശങ്കകൾ മുഴുവൻ മൂടിക്കെട്ടിയ ആകാശമാണ് അഭിഷേകിൻ്റെ മുകളിലും. എന്നാൽ ജേക്കബ് ഡഫിയുടെ 3-ാം ഓവറിൽ അയാൾ താളം കണ്ടെത്തി. ലോക്കി ഫെർഗൂസന്റെ തൊട്ടടുത്ത ഓവറിൽ ഇരുവരും ട്രാക്കിലായി. 5-ാം ഓവറിൽ മുന്നിൽ വീണ്ടും മാറ്റ് ഹെൻറി. അഭിഷേകും സഞ്ജുവും അയാളെ ഓരോ തവണ നിലം തൊടാതെ അതിർത്തി കടത്തുന്നുണ്ട്. ജേക്കബ് ഡഫിയുടെ 6-ാം ഓവറിൽ അഭിഷേക് ട്രാക്ക് മാറ്റി. ആ ഓവറിൽ 3 4-ഉം 1 6-റുമാണ് പിറന്നത്. പവർ പ്ലേ അവസാനിക്കുമ്പോൾ ഇന്ത്യൻ സ്കോർ സെഞ്ചുറിക്ക് 8 റൺസ് അകലെ നിൽക്കുന്നു. ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പവർ പ്ലേ സ്കോർ, അതും ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിൽ. അഭിഷേക് 18 പന്തിൽ അതിനോടകം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്നു. സ്ലോഗർ എന്ന വിളി അയാൾ ഈ ടൂർണമെന്റിൻ്റെ എത്ര തവണ കേട്ടിട്ടുണ്ടാകും എന്നറിയില്ല. ഇതിനു മുമ്പ് അരങ്ങേറിയ നിർണായക മത്സരങ്ങളിലൊക്കെ വീണുപോയ അയാളുടെ കംബാക്കിനായി അഹമ്മദാബാദ് അണിഞ്ഞൊരുങ്ങിയതുപോലെ തോന്നി. അഭിഷേക് തകർത്തടിക്കുമ്പോൾ ഒരൽപ്പം കരുതലോടെയാണ് സഞ്ജു അപ്പുറത്ത് നിലയുറപ്പിച്ചത്. 8-ാം ഓവറിൽ രച്ചിൻ രവീന്ദ്ര അഭിഷേകിനെ വീഴ്ത്തുമ്പോൾ മിച്ചൽ സാന്നർ ആശ്വാസത്തിൻ്റെ നെടുവീർപ്പ് തീർത്തു. എന്നാൽ പിടിച്ചതിനേക്കാൾ വലുതായിരുന്നു മാളത്തിനകത്തുള്ളതൊക്കെ. ഇഷാൻ വന്നു. അയാൾക്ക് ലോകകപ്പിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിച്ച് നൽകിയത് പോലും ന്യൂസിലാൻഡിനെതിരായ പരമ്പരയാണ്. ഒരറ്റത്ത് സഞ്ജു വീണുപോയപ്പോൾ ഇഷാനായിരുന്നു കിവീസ് വധം മറുവശത്ത് പൂർത്തിയാക്കിയിരുന്നത്. ഇക്കുറി സഞ്ജുവും ഇഷാനും ക്രീസിലുണ്ട്. വന്നവരും പോയവരുമൊക്കെ അടിവാങ്ങി. 10-ാം ഓവറിൽ ഇന്ത്യൻ സ്കോർ 127-ലെത്തി. മിച്ചൽ സാന്നറുടെ അടുത്ത ഓവറിൽ സഞ്ജു അർദ്ധ സെഞ്ചുറികൾ തൊട്ടു. ഇക്കുറി കരുതലോടെ തുടങ്ങിയ അയാൾ ആ 50-ക്കായി 33 പന്തെടുത്തു. എന്നാൽ അതിനുശേഷം അയാൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് കണ്ടത്. ലോക്കി ഫെർഗൂസന്റെ 11-ാം ഓവറിൽ തുടരെ 2 സിക്സറുകൾ. അതേ ഓവറിൽ ഒരു 4-ഉം വായിക്കുന്നുണ്ട് അയാൾ. അവിടെ നിർത്തിയില്ല. രച്ചിൻ രവീന്ദ്രയുടെ 14-ാം ഓവറിൽ ഹാട്രിക് സിക്സർ. 15-ാം ഓവർ അവസാനിക്കുമ്പോൾ 200 കടന്നു ഇന്ത്യൻ സ്കോർ. 16-ാം ഓവറിൽ നീഷാം സഞ്ജുവിനെ വീഴ്ത്തുന്നു. 46 പന്തിൽ 89 റൺസ്, 8 സിക്സറുകൾ, 5 4-കൾ, 193 സ്ട്രൈക്ക് റേറ്റ്. 50-ക്ക് ശേഷമാണ് അയാളുടെ സ്ട്രൈക്ക് റേറ്റ് കുത്തനെ ഉയർന്നത് എന്നോർക്കണം. അഹമ്മദാബാദ് അയാൾക്ക് സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകുന്നത് കാണാമായിരുന്നു. വാങ്കഡയിലും നമ്മൾ ഈ കാഴ്ച കണ്ടതാണ്. രോഹിത് ശർമ്മ ഗാലറിയിൽ ഇരിപ്പുണ്ട്. 2024-ൽ കെൻസിംഗ്ടൺ ഓവലിൽ ഇന്ത്യ കലാശപ്പോരിനിറങ്ങും മുമ്പ് സഞ്ജുവിനോട് ഒരുങ്ങിയിരിക്കാൻ രോഹിത് ശർമ്മ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അവസാന ഘട്ടത്തിൽ വിന്നിംഗ് കോമ്പിനേഷൻ തുടരാൻ ടീം തീരുമാനിക്കുന്നു. ഇക്കാര്യം സഞ്ജുവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് പിന്നീടൊരിക്കൽ രോഹിത് വെളിപ്പെടുത്തുന്നുണ്ട്. ഇക്കുറി ഇന്ത്യ ആദ്യ മത്സരത്തിനിറങ്ങുമ്പോൾ രോഹിത് ഇന്ത്യൻ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. സഞ്ജുവിനെ അയാൾ ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ചു. പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ഉപദേശിച്ചു. അയാളുടെ കാത്തിരിപ്പുകൾ വെറുതെയായില്ല. നമീബിയയ്ക്കും സിംബാബ്വേക്കുമെതിരെ മികച്ച തുടക്കം നൽകി മടങ്ങിയ അയാളുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തീനാളം കണ്ടു ഗംഭീർ. ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് അയാളുടെ ക്യാമിയോ ഇന്നിങ്സുകളെ ഗംഭീർ വാനോളം പുകഴ്ത്തുന്നത് കണ്ടു. വിൻഡീസിനെതിരായ ജീവൻ മരണ പോരാട്ടത്തിൽ അയാളുടെ റിയൽ കംബാക്ക്. 97 റൺസുമായി അയാൾ ഇന്ത്യയെ സെമിയിലേക്ക് ഒറ്റയ്ക്ക് തോളിലേറ്റി. ആ ഇന്നിങ്സിന് ശേഷം പ്രതീക്ഷയുടെ ആകാശത്തേക്ക് സഞ്ജു കൈ ഉയർത്തി. ഇംഗ്ലണ്ട് ആർച്ചറെ വില്ലുമായി ഒരുക്കി നിർത്തി. എന്നാൽ ആർച്ചർ ആ മത്സരത്തിൽ അട്ടം നോക്കി നിന്നു. സാം കറൻ സ്ലോവർ ബോളുകൾ കൊണ്ട് പരീക്ഷിച്ചു. ആർച്ചർ ആവനാട്ടിയിലെ മുഴുവൻ ആയുധങ്ങളും എടുത്ത് പുറത്തിട്ടു. അവയെല്ലാം ഗാലറിയിൽ ഭദ്രമായി വിശ്രമിച്ചു. ഒടുവിൽ കലാശപ്പോരിലും അയാൾ തന്നെ രാജ്യത്തെ കോടാനുകോടി മനുഷ്യരുടെ പ്രതീക്ഷകളുടെ ആകാശഗോപുരങ്ങൾക്ക് കാവലിരുന്നു. 5 മത്സരങ്ങൾ കൊണ്ട് ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി സഞ്ജു. ടൂർണമെൻറ്റിൻ്റെ താരവും. ദാ ഇതുപോലൊരു കംബാക്ക് ക്രിക്കറ്റ് ലോകം സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല. തീർച്ച. പൊന്നും വിലയുള്ള 3 അർദ്ധ സെഞ്ചുറികൾ, 24 സിക്സറുകൾ, 321 റൺസ്. T20 ലോകകപ്പിൻ്റെ ഒരെഡിഷനിൽ ഏറ്റവും അധികം റൺസ് കുറിക്കുന്ന ഇന്ത്യക്കാരൻ.
സഞ്ജു രാജ്യത്തിൻ്റെ ജേഴ്സി അണിഞ്ഞില്ലെങ്കിൽ നഷ്ടം അയാൾക്കല്ല, ഇന്ത്യക്കാണ്. അവസരങ്ങളില്ലാതെ നിരന്തരം തടയപ്പെട്ടിരുന്ന കാലത്ത് സഞ്ജുവിനെക്കുറിച്ച് ഗൗതം ഗംഭീർ പറഞ്ഞു വെച്ച വർത്തമാനം ഓർമ്മയില്ലേ? പ്രിയപ്പെട്ട ഗംഭീർ, രാജ്യം നിങ്ങളുടെ വാക്കുകളുടെ പൊരുൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ.